ഓം ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാഗണപതേ നമഃ. ഓം സരസ്വത്യേ നമഃ. പൂർണ്ണാഭിമോദമൊടു ഭക്തരെ രക്ഷ ചെയ്യുവാൻ പൂർണ്ണാലയത്തിലമരുന്നൊരു പത്മനാഭ പൂർണ്ണ പ്രമോദമടിയന്റെ മനോനവസിൽ പൂർണ്ണത്രൈശ പരിചൊടു വിളങ്ങിടേണേ. ശ്രീഹരേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. സുധീഷ്ണ സ്തുതിയാണ്. നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പോനാൻ മൽഗുരു നിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖവന്ധ്യമാം പാദമല്ലോ നിന്മഹാമായ നവം കടപ്പാൻ ഒരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളുമാരാലും ഭവത്തത്വം. തൊൽഭക്ത ഭൃത്യ ഭൃത്യ ഭൃത്യനായിടണം ഞാൻ തൊൽപാദാംബുജം നിത്യമുൾക്കാമ്പിലുദിക്കണം. പുത്രഭാര്യാർത്ഥ നിലയാന്ത കോപത്തിൽ വീണു ബദ്ധനായി മുഴുകിയിടുമെന്നെ നിന്തിരുവടി. ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ശ്രീരാമചന്ദ്രൻ ഭഗവാൻ പത്നി സമേതനായി ലക്ഷ്മണനോടൊപ്പം സുധീഷ്ണാശ്രമത്തിലെത്തിയതും സുധീഷ്ണാശ്രമത്തില് മുനിയുടെ ആതിഥ്യ സൽക്കാരാദികളൊക്കെ സ്വീകരിച്ച് ഒരു രാത്രി അവിടെ കഴിഞ്ഞ് തൻ്റെ ഗുരുവായിരിക്കുന്ന അഗസ്ത്യന്റെ അടുത്തേക്ക് ശ്രീരാമചന്ദ്രനെ ഒക്കെ വഴി കാട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് നാം പാരായണം ചെയ്തത്. അവിടെ എത്തുന്നതും അഗസ്ത്യ മഹാമുനിയുടെ ആതിഥ്യ സ്വീകരണവും തുടങ്ങിയതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയണം. അപ്പം ഭഗവാനെ കണ്ടതായിരിക്കുന്ന മഹർഷി വളരെ സ്നേഹത്തോടെ വന്ന് സ്വീകരിച്ച് ഭഗവാനെ സൽക്കരിച്ച് കുശല പ്രശ്നങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഭഗവാനെ സ്തുതിക്കുന്നതായിരിക്കുന്ന അഗസ്ത്യ സ്തുതിയാണ് പിന്നീട് വരും. അഗസ്ത്യ സ്തുതിയില് ഭഗവാന്റെ ആ ഒരു തത്വത്തെ വളരെ വ്യക്തമായി അഗസ്ത്യ മഹർഷി പറയുന്നതായിരിക്കുന്ന ഭാഗങ്ങളാണ് ഉള്ളത്. മഹത്വത്വവും അഹങ്കാരവും സംസാരവും മഹാദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. ഈ മഹത്തത്വമായിരിക്കുന്ന അവ്യക്തതയിൽ നിന്ന് അവ്യാകൃതിയിൽ നിന്ന് ഉണ്ടായ മഹത്തത്വവും അതിൽ നിന്ന് ഉണ്ടായ അഹന്തത്വവും ഉണ്ടായി എന്നും ഇങ്ങനെയുള്ളതായിരിക്കുന്ന തത്വത്തെ ജ്ഞാനികളായിരിക്കുന്ന ആളുകളൊക്കെ മൂന്നായിട്ട് ചൊല്ലുന്നുണ്ട് എന്ന് പറയും. ആ മൂന്ന് ഗുണങ്ങളോട് കൂടിയാണ് പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ഈ തത്വം മഹത്തത്വം എന്നുള്ളത് ഉണ്ടായത്. ആ മൂന്ന് ഗുണങ്ങളാണ് സത്വരജ തമോ ഗുണങ്ങൾ എന്ന് പറയുന്നത്. സത്വഗുണ അഹങ്കാരത്തിന്റെ പരിണാമമായത്തിൽ കൂടിയാണ് പ്രപഞ്ചത്തിലുള്ള ജീവികളെ പ്രപഞ്ചത്തിലെ അന്ധകരണവും അതിന്റെ അതിദേവതകളും ഒക്കെ ഉണ്ടായത് എന്ന് പറയും. ഇപ്പൊ രജോ ഗുണാഹങ്കാരത്തിന്റെ പരിണാമത്തിൽ കൂടി ഇന്ദ്രിയവും അതുപോലെ പ്രാണനും ഉണ്ടായി. തമോ ഗുണത്തിൽ നിന്ന് 5 ഭൂത തന്മാത്രകള് വികസിച്ചു വന്നു എന്നാണ് അഗസ്ത്യൻ പറഞ്ഞത്. ഇപ്പൊ വേദ പ്രകരണമായിരിക്കുന്ന ഭഗവത് ചൈതന്യത്തിന്റെ ആ തത്വത്തെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുക. സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തങ്കൽ നിന്ന് ദിവ്യനാം വിരാൾ പുമാൻ ഉണ്ടായിതെന്നു കേൾപ്പു. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചര ലോകങ്ങളാകുന്നതും. ഇപ്പൊ ലോക സൃഷ്ടിക്ക് രജോ ഗുണത്തെ ആശ്രയിക്കുകയും അതിനുവേണ്ടി ആ ലോകത്തിന്റെ തന്നെ ഈശനായിരിക്കുന്ന വിധാതാവ് നാഭിയിൽ നിന്ന് അങ്ങയുടെ നാഭിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. ഇപ്പൊ സത്വഗുണത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു ഉണ്ടായി. ജീവികളുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ആ ഒരു ആവശ്യത്തിനായിക്കൊണ്ട് രുദ്രൻ ഉണ്ടായി. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഗുണത്രയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചം എല്ലാം നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്ദ്രിയങ്ങളും മനസ്സും പ്രാണനും എല്ലാം വികസിച്ചു വന്നു.
തമോ ഗുണത്തിൽ കൂടി 5 ഭൂത തന്മാത്രങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് പ്രസിദ്ധങ്ങളായിരിക്കുന്ന പഞ്ചഭൂതങ്ങള് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഹിരണ്യഗർഭനായിരിക്കുന്ന വിരാട് പുരുഷനായിരിക്കുന്ന ആള് 14 ലോകങ്ങള് ഉൾക്കൊള്ളുന്നതായ തന്റെ അവയവങ്ങളോടും അതുപോലെ ഉപ അവയവങ്ങളോടും ചേർന്ന് ആ പുരുഷ സ്വരൂപമാണ് പിന്നീട് പ്രപഞ്ച സൃഷ്ടിക്ക് നിദാനമായിട്ട് മാറിയിട്ടുള്ളത് എന്നൊക്കെയാണ് പറഞ്ഞത്. അയ്യഞ്ചുമഞ്ചുമുടൻ 6-8മുടൻ 8-8മുടൻ 3-7 ചൊവ്വോടൊരഞ്ചുമത 2 തത്വം അതിൽ മേഴുന്ന നാദഹരി നാരായണായ നമ. അപ്പൊ ഈ തത്വങ്ങളെല്ലാം ചേർന്നതാണ് അങ്ങ്. അങ്ങയുടെ സങ്കല്പം മാത്രം കൊണ്ട് പ്രപഞ്ചത്തിൽ അങ്ങയുടെ സങ്കല്പത്തിനനുസരിച്ച് ഇച്ഛാനുസരണ കാര്യങ്ങള് നടത്തുന്നതിനു വേണ്ടി പല പല രൂപത്തില് അങ്ങ് അവതരിച്ചിട്ടാണ് അങ്ങയുടെ ദിവ്യമായിരിക്കുന്ന മഹിമകളെയൊക്കെ ഈ ലോകത്തിലുള്ളതായ ജീവരാശികൾക്കൊക്കെയും കാണിച്ച് കൊടുക്കുന്നത് എന്ന് അഗസ്ത്യൻ പറഞ്ഞു. തൊന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 എന്ന് പറഞ്ഞാണ് കേട്ടോ. പൊതുവേ ഉള്ള കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വിഷയദാരിദ്ര്യം ഒരിക്കലും ഉണ്ടാവില്ല. കൂട്ടി ചേർന്ന് കഴിഞ്ഞാലൊന്ന് പറയാം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിഷയങ്ങൾ ഉണ്ടാവും പറയാൻ. അപ്പൊ ഇത് നമ്മുടെ സ്ത്രീകൾ അങ്ങനെ പറഞ്ഞാലും പുരുഷന്മാർക്കും ഉണ്ടാവും അവരുടേതായിരിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയും പറയാൻ എന്തെങ്കിലുമൊക്കെ. പക്ഷെ ഭക്തി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെറുതെ കളയാൻ ഒരു നിമിഷം പോലും ഉണ്ടാവില്ല. എപ്പോഴും ഈശ്വരനെ പറ്റിയുള്ള ചിന്തയും ഭഗവാന്റെ കഥകളും മാത്രമായിരിക്കും പറയാനുണ്ടാവുകയുള്ളൂ. അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയും. അപ്പൊ ഇനി തിരിച്ചറിയാൻ എളുപ്പമായില്ലേ? മാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എവിടെയെങ്കിലും പോകുമ്പോ ഏതാണ് വിഷയം, സംസാര വിഷയം ഏതാന്നുള്ളത് നോക്കുക, എന്നിട്ട് അറിയാൻ സാധിക്കും. ഇപ്പൊ ഏതാണ് വിഷയത്തിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഭക്തി വർദ്ധിച്ചു വരുമ്പോഴെന്ത് വരും? ഈ കഥകൾ ഇങ്ങനെ കേട്ട് കേട്ട് കുറച്ച് കഴിയുമ്പോഴ് ഭഗവാനോടുള്ള ആ ഒരു ഭക്തി വർദ്ധിക്കുന്ന സമയത്തും ലക്ഷണം ഉണ്ടാവും എന്നാ പറയാ. അങ്ങനെ വരുമ്പോൾ വിജ്ഞാനം ഉണ്ടായി വരും. ഈ വിജ്ഞാനം ഉണ്ടായാൽ എന്താണ്? അതിൽ നിന്നാണ് പിന്നീട് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഈ വിജ്ഞാനം എന്നുള്ളത് കിട്ടേണ്ടതൊക്കെ ഗുരുമുഖത്ത് നിന്നാണ്. ഇപ്പൊ ഭക്തി ഉണ്ടായി അറിയാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഈശ്വരൻ തന്നെ ഗുരുവായിട്ട് മുൻപിലെത്തും. അതാണ് അതിന്റെ ഒരു ചുരുക്കം എന്ന് പറയാം. അത് തന്നെയാണ് വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രന്റെയും ലക്ഷ്മണന്റെയും മുമ്പിൽ എത്തിയത്. അവർക്ക് ആ തത്വബോധത്തെ നൽകാൻ സമയമായപ്പോൾ ഈശ്വരനായിരിക്കുന്ന വിശ്വാമിത്രൻ അവരുടെ മുൻപിലെത്തി. അപ്പൊ നമ്മുടെ ഗുരുവിനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് പറയുക. നമുക്ക് അതിനുള്ള യോഗ്യത എത്തുമ്പോൾ ഭഗവാൻ തന്നെ ഗുരു രൂപേണ നമ്മുടെ മുൻപിൽ വരും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഗുരുവിൽ നിന്ന് മോക്ഷപ്രാപ്തിക്കുള്ളതായിരിക്കുന്ന യോഗ്യത നേടും. അതുകൊണ്ട് എന്ത് വേണം? ആകയാൽ ത്വൽഭക്തിയും നിങ്കലെ പ്രേമ വായ്പും രാഘവ സദാ ഭവിക്കേണമേ ദയാനിധേ. അതുകൊണ്ട് ഒരു പ്രാർത്ഥനയാണ് അഗസ്ത്യ മുനി ചെയ്തത് ഭഗവാന്റെ അടുത്ത്. അതുകൊണ്ട് എന്ത് വേണം? നിന്നിലുള്ള ഭക്തി എനിക്ക് ഉണ്ടാവണം. തൊൽപാദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലും എന്നുൾപൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം, ഇന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി. അതുകൊണ്ട് ഭഗവാനോടുള്ള അഗസ്ത്യ മഹർഷിയുടെ പ്രാർത്ഥന ഒന്നു മാത്രമാണ്. അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിയപ്പോൾ അഗസ്ത്യനെ കണ്ട സമയത്ത് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതയും ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചതാണ്. കാരണം ഒരുപക്ഷെ ശ്രീരാമനേക്കാൾ കൂടുതൽ യോഗ്യത മാനുഷികമായിരിക്കുന്ന തലത്തില് ഭഗവാൻ ഉണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് അത്രമാത്രം തപോബലവും യോഗബലവും ഉള്ള ആളാണ് അഗസ്ത്യ മഹർഷി. അങ്ങനെയുള്ള മഹർഷിയുടെ മുൻപിൽ ഭഗവാൻ സ്വയം വീണ് നമസ്കരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊരാളുടെ യോഗ്യതയെ അംഗീകരിക്കാനുള്ള നമ്മുടെ മനസ്സിന്റെ നന്മയാണ്. അതിപ്പോ ആര് തന്നെ ആയാലും, പ്രായമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒന്നുമല്ല ഒരാളുടെ യോഗ്യത. അതിന് അവരുടെ അറിവ്,
വിശ്വാമിത്രൻ അഗസ്ത്യനെ പോലുള്ള ഒരു മഹർഷിയുടെ മുൻപിൽ ശ്രീരാമചന്ദ്രൻ സ്വയം ഭഗവാൻ തന്നെ, ഈശ്വരൻ തന്നെ മനുഷ്യനായിട്ട് ഭൂമിയിൽ പിറന്നതാണ്. അങ്ങനെ ഈശ്വരൻ തന്നെ മനുഷ്യനായി ഭൂമിയിൽ പിറക്കുമ്പോൾ ഭഗവാൻ ഒരിക്കലും വേണമെങ്കിൽ അഗസ്ത്യന്റെ മുമ്പിൽ നമസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, മനുഷ്യനായി പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ മാനുഷികമായിരിക്കുന്ന എല്ലാ ധർമ്മങ്ങളെയും ഭഗവാൻ കാണിച്ചു തന്നു. ഒരു വ്യക്തി ഈ പ്രപഞ്ചത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മറ്റൊരാളെ ബഹുമാനിക്കണം, എങ്ങനെ അംഗീകരിക്കണം, അവരുടെ കഴിവുകളെ എങ്ങനെ നാം സമ്മതിച്ചു കൊടുക്കണം, തന്നേക്കാൾ യോഗ്യത കൂടുതലുണ്ട് എന്ന് ബോധ്യമുള്ള ഒരാളെ ആ ഒരു മനസ്സോടെ അംഗീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഭക്തന്മാരുടെ പ്രഥമ ലക്ഷണം തന്നെ. അവർക്ക് ഞാനെന്നുള്ള ഭാവമില്ലാത്തത് കൊണ്ടാണ് ഒരാളുടെ മുൻപില് ശിരസ് കുനിക്കാൻ കഴിയുക. അപ്പൊ ഈ ഞാനെന്ന ഭാവം ഇല്ലാതായി കഴിയുമ്പോൾ പിന്നീട് അവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രന് ഒരു വിഷമവും, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ജീവിച്ചപ്പോൾ ആരെയും അംഗീകരിക്കാൻ, സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, തന്നേക്കാൾ ചെറിയവരെന്നോ വലിയവരെന്നോ കാണാതെ ഒരുപോലെ കാണാൻ സാധിച്ചു. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം, ഇന്നു മൽകൃതുക്കളും വന്നിതു സഫലമായി. അഗസ്ത്യ മഹർഷിയുടെ പൂർവികന്മാരായിരിക്കുന്ന ആളുകൾക്ക് പോലും ഇന്നാണ് മോക്ഷപ്രാപ്തി ഉണ്ടായത് എന്ന് അഗസ്ത്യൻ പറയുക. കാരണം ആ ഭഗവാന്റെ ദർശനം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ എന്തോ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അങ്ങയുടെ മുൻപിൽ എനിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ ഭവദ്രൂപം തോന്നണം ദയാംബുദേ. മറ്റൊരു പ്രാർത്ഥനയും ഭക്തരായിരിക്കുന്ന നമുക്കും ഭഗവാന്റെ മുൻപിൽ വെക്കേണ്ടതില്ല. നമ്മുടെ ഓരോ കർമ്മങ്ങളും ഓരോ നിമിഷവും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എന്തെന്ത് കർമ്മങ്ങൾ നാം അനുഷ്ഠിക്കുമ്പോഴും എല്ലാം ഭഗവത് സമർപ്പിതമായിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ സാധിക്കാൻ അതിനും വേണം ഭഗവാന്റെ അനുഗ്രഹം എന്നാണ് പറയുന്നത്. നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് കാര്യം, ആ കാരുണ്യം നമ്മിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഭൃത്യ 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 ഭൃത്യസ്യ ഭൃത്യ എന്നുള്ള പ്രാർത്ഥന. ഭഗവാന്റെ ഒരു ഭക്തനെ കണ്ടുമുട്ടുക, ആ ഭക്തന്റെ ഭൃത്യന്മാരിൽ അനേകം പേരിൽ ഒരാളായിട്ടെങ്കിലും മാറാനുള്ളതായിരിക്കുന്ന ഭാഗ്യം ഭഗവാൻ തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമുക്കൊക്കെയും ചെയ്യാനുള്ളതായിരിക്കുന്ന കാര്യം. അഗസ്ത്യ മുനിയുടെ സ്തുതിയൊക്കെ കേട്ട് പ്രസന്നനായി പിന്നീട് അവിടെ കഴിഞ്ഞതിന് ശേഷം അഗസ്ത്യ മഹർഷിയോടും ചോദിച്ചത് സ്വസ്ഥമായിട്ട് ഇപ്പൊ ദണ്ഡകാരണ്യത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്, എവിടെയാണ് താമസിക്കാൻ പറ്റിയതായിരിക്കുന്ന സ്ഥലം എന്ന് ചോദിച്ച സമയത്ത് അഗസ്ത്യൻ പറഞ്ഞു കൊടുത്തു. പഞ്ചവടി എന്നുള്ളതായിരിക്കുന്ന സ്ഥലമുണ്ട്, അവിടെയാകുമ്പോൾ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് താമസിക്കാം, അതുകൊണ്ട് അവിടേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് തന്റെ ശിഷ്യന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ട് ശ്രീരാമചന്ദ്രനെ, സീതയെയും ലക്ഷ്മണനെയും ഒക്കെ പഞ്ചവടിയിലേക്ക് യാത്ര അയച്ചു അഗസ്ത്യ മഹർഷി. പോകുന്നതിന് മുൻപായിട്ട് അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്രന് ഒരു വാളും അതുപോലെ വില്ലും ശരങ്ങളും ഒക്കെ നൽകുകയും ചെയ്തു. ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് പിന്നീട് അവർ യാത്ര തുടർന്നു. കുറച്ചു ദൂരം ചെന്നതായിരിക്കുന്ന സമയത്ത് പഞ്ചവടിയിലേക്ക് എത്താറായ സമയമായപ്പോഴേക്കും മാർഗമധ്യത്തില് വഴിയിലങ്ങനെ ഒരു ഭീകര ജീവി കിടക്കുന്നതായിട്ട് കണ്ട സമയത്ത് ഏതോ രാക്ഷസന്മാരാണ് തങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ആ സത്വത്തെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി തയ്യാറായി അടുത്തേക്ക് ചെന്ന സമയത്താണ് പറഞ്ഞത്, ആ ജീവി പറഞ്ഞു ഭഗവാന്റെ അടുത്ത്, അങ്ങ് എന്നെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അങ്ങയുടെ പിതാവിന്റെ ചിരകാല സുഹൃത്തായിരിക്കുന്ന ജഡായുവാണ്, ഇവിടെ അങ്ങയുടെ ദർശനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞതാണ്, അതുകൊണ്ട് എന്റെ സുഹൃത്തായിട്ട് തന്നെ അങ്ങ് കരുതിയാൽ നാളെ ഒരു പക്ഷെ അങ്ങേക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായി എന്ന് വരും എന്നൊക്കെ പറഞ്ഞതനുസരിച്ച് ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് ഭഗവാന്റെ സമീപത്തിൽ തന്നെ വസിച്ചു കൊള്ളുവാനുള്ളതായ അനുഗ്രഹമൊക്കെ കൊടുത്ത് വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്നു. അപ്പൊ ആരണ്യകാണ്ഡത്തില് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നതായിരിക്കുന്ന പ്രധാനപ്പെട്ടതായ കാര്യങ്ങളുടെയൊക്കെ ഒരു ഏകദേശ രൂപമാണ് ഇപ്പോൾ ഈ പറഞ്ഞതായിരിക്കുന്നതെല്ലാം. ഇനിയാണ് ദണ്ഡകാരണ്യത്തിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ചിത്രകൂടത്തിൽ താമസിക്കുന്നതിന്
ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് കൊണ്ടാണ് ശ്രീരാമചന്ദ്രനൊക്കെ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് ദണ്ഡകവനത്തിലേക്ക് പുറപ്പെട്ടത്. ദണ്ഡകവനത്തിലേക്ക് പുറപ്പെട്ട ഉടനെ ആദ്യം വന്നുപെട്ടത് വിരാധൻ എന്നുള്ളതായിരിക്കുന്ന രാക്ഷസനാണ്. വിരാധനെ വധിച്ച് ശ്രീരാമനെ കണ്ട ഉടനെ വിരാധൻ അവരെ ഭക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, വിഴുങ്ങാൻ വേണ്ടിയാണ് പുറപ്പെട്ടതെങ്കിലും ഭാഗ്യം കൊണ്ട് വിരാധന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു. ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പലതരത്തിലുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങള്, ചുമതലകളൊക്കെ ഇങ്ങനെ വന്ന് നമ്മുടെ ചുമലിലേക്ക് വന്നു പെടും. വിരാധൻ എന്നുള്ളതായ ആസക്തി, കാമത്തിൽപ്പെട്ട് ആഗ്രഹങ്ങളിൽപ്പെട്ട് ജീവിതം അങ്ങനെ ദുരന്തമായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പൊ തന്റെ ചുമതല എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ഒക്കെ നിസ്സാരമായി കണ്ട് തൻ്റെ ഇടത്തോടുകൂടി തരണം ചെയ്യുകയാണ്. അതിന് ഈശ്വരൻ കൂടെ വേണം എന്നുള്ള ചിന്തയോടുകൂടി സദാ ഈശ്വര വിചാരത്തോടുകൂടി ജീവിക്കാൻ സാധിച്ചാൽ ഈ വിരാധനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് പറയാണ്. അപ്പൊ വിരാധനെ കൊന്ന് പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ഗ്രഹ, കുടുംബ, ധനാദി, പുത്ര, കളത്രങ്ങളൊക്കെയാണ് ചുമതലകളായിട്ടൊക്കെയും വരിക. വിരാധ രൂപത്തിൽ നമ്മെ വിഴുങ്ങാൻ വരുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു കടക്കണമെങ്കിൽ മനോനിയന്ത്രണം വളരെ അത്യാവശ്യമാണ്. വിരാധനെ കൊന്നു കഴിഞ്ഞ് നോക്കുമ്പോഴോ വിദ്യാധരൻ, ഒരു ഗന്ധർവനാണ് പുറത്തേക്ക് വന്നതെന്നാണ് പറയുക. അപ്പൊ നമ്മുടെ തന്നെ മായ കൊണ്ട്, ഭ്രാന്തി കൊണ്ട് തോന്നപ്പെടുന്നതായിരിക്കുന്ന കാര്യങ്ങളായിരുന്നു ഇതെല്ലാം എന്ന് ബോധ്യം വരും. ഈശ്വരനോട് അടുക്കാൻ നമുക്ക് സാധിച്ചാല് പ്രപഞ്ച വിഷയങ്ങളൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ബോധ്യപ്പെടും എന്ന് പറയാം. അങ്ങനെ ഒരു ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ വിരാധൻ എന്നുള്ളതായ കാമത്തെ, ആഗ്രഹത്തെ, വിരാധൻ എന്ന രാക്ഷസനെ കൊന്നതുകൊണ്ട് മാത്രം ശ്രീരാമചന്ദ്രന് പിന്നീടുള്ള യാത്രയിൽ ധാരാളം തപോധനന്മാരെയും മഹർഷിമാരെയും ഒക്കെ കാണാനും അവരുടെയൊക്കെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അവരിൽ നിന്ന് അനുഗ്രഹങ്ങളൊക്കെ നേടാനും സാധിച്ചു എന്ന് പറയും. ഇപ്പൊ ലോകബന്ധത്തില് കുടുങ്ങാതെ ആധ്യാത്മികമായിരിക്കുന്ന ഒരു വിദ്യ നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചാല് ഈ ആധ്യാത്മികമായിരിക്കുന്ന ഒരു പുരോഗതി ഒന്നുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് സത്സംഗം സാധിച്ചു കിട്ടും. അങ്ങനെ സത്സംഗം സാധിച്ചു കിട്ടിക്കഴിഞ്ഞാൽ സജ്ജനങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള തത്വങ്ങളെയും നമുക്ക് അറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സുധീഷ്ണാശ്രമ പ്രവേശം കഴിഞ്ഞിട്ട് ശ്രീരാമചന്ദ്രനെ മറ്റു മഹർഷിമാരൊക്കെ വന്ന് കണ്ടപ്പോൾ അവര് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ആശ്രമത്തിലേക്കൊക്കെ. പോകുന്ന വഴിക്കാണ് രാമചന്ദ്രൻ കണ്ടത് ഒരുപാട് അസ്ഥികളും തലയോടുകളും ഒക്കെ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. കുന്നുപോലെ അസ്ഥിയും തലയോടുകളും ഒക്കെ കൂട്ടിയിട്ടപ്പോഴത് തപോധനന്മാരുടേതാണ്, രാക്ഷസന്മാര് കൊന്നിട്ടതാണ് എന്നൊക്കെ പറഞ്ഞു മഹർഷിമാര്. ഈ ജന്മങ്ങൾ എടുത്തതും കർമ്മങ്ങളുടെയും ഇത്രയും അധികം ഇത്ര അനവധി അസ്ഥികളും ശിരസ്സുകളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടും അല്ലെ, എത്രയെത്ര അസ്ഥികളും ശിരസ്സുകളും ഒക്കെ നമുക്കും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുക്തരാകാൻ സാധിച്ചോ? സാധിച്ചിട്ടില്ല. ഇപ്പൊ ഈ ജന്മം കൊണ്ട് നമ്മൾ മുക്തരാകാൻ പോണുണ്ടോ? ഇങ്ങനെ വരം തരാമെന്ന് പറഞ്ഞ സമയത്ത് ഖഡ്വാംഗൻ ചോദിച്ചു, എനിക്കിനി എത്ര ആയുസ്സുണ്ട്? 2 മണിക്കൂറേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ 2 മണിക്കൂർ എന്നുള്ളത് കുറച്ച് നീട്ടി തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ അത് പറ്റില്ല അവർക്ക്. കാരണം ദേവന്മാർക്ക് പോലും അവരുടെ പോലും മരണം എന്നുള്ളത് അവരുടെ കൈകളിലല്ല, നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ അവർക്കുമുണ്ട് നാശം എന്നുള്ളത്. അത് മാറ്റാൻ സാധിക്കും. ഇപ്പൊ ശേഷിച്ച 2 മണിക്കൂർ കൊണ്ട് ഖഡ്വാംഗൻ തന്റെ ജീവിതത്തിലെ കർമ്മങ്ങളെ ഒക്കെയും മാറ്റി ഈശ്വരനോട് ചേർന്നു എന്നാണ് പറയുക. അതുകൊണ്ട് നമുക്ക് നിശ്ചയിക്കാനൊന്നും പറ്റില്ല ഈ ജന്മം കൊണ്ട് മുക്തി കിട്ടിക്കൂടായികയില്ല. നമ്മളിപ്പോൾ അല്ലെങ്കിൽ ശ്രമിച്ചാൽ ഇപ്പോൾ തന്നെ അതിനുള്ള യോഗ്യതകൾ ഉള്ളവരാവാം. ഒരുപക്ഷെ ശ്രമിച്ചാൽ മാത്രം മതി, ഭഗവാന്റെ കാരുണ്യം മതി. എന്ത് തന്നെയായാലും സുധീഷ്ണാശ്രമ പ്രദേശത്ത് കണ്ട അസ്ഥികളും എല്ലിൻകൂട്ടങ്ങളും ഒക്കെ പ്രപഞ്ചത്തിൽ വന്നുപോയ ഈ ജീവന്റെ കോടാനുകോടി ജന്മങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയുന്നതാണ്. ഇപ്പോഴും നാം ജന്മം എടുത്തിരിക്കുന്നു, പ്രപഞ്ചത്തിൽ വന്നിരിക്കുന്നു. ഈ ശിരസ്സും ഈ എല്ലിൻ കഷ്ണങ്ങളും ഒരുപാട് തലയോടുകളും നമുക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഉപേക്ഷിച്ചതും ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ളതും ഉണ്ടെങ്കിലും മുക്തരാകാൻ സാധിച്ചിട്ടില്ല.
ഇപ്പോൾ നമ്മുടെ ജീവിതത്തില് നമുക്ക് കിട്ടിയ എല്ലിൻ കഷ്ണത്തില് ഈ തലയോടിലൊക്കെ അഹങ്കരിച്ചും അഭിമാനിച്ചും ഞാൻ എന്നുള്ളതായിരിക്കുന്ന ഭാവമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന നമ്മെ തന്നെയാണ് ഈ തലയോടുകൾ കൊണ്ടൊക്കെയും സൂചിപ്പിച്ചത് എന്ന് പറയും. അതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നമുക്ക് ധാരാളം ഉണ്ട് കേൾക്കാനൊക്കെ. നമ്മൾ എല്ലാ ദിവസമൊക്കെ ചിലപ്പോൾ കേൾക്കുന്നതും ആവും. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലും അത്ര വന്നു പിറന്നു സുഹൃതത്താൻ, എത്ര ജന്മം മലത്തിൽ കിടന്നതും എത്ര ജന്മം ജലത്തിൽ കിടന്നതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി. അല്ലേ? മണ്ണായിട്ടും മരമായിട്ടും കല്ലായിട്ടും പട്ടിയായിട്ടും പൂച്ചയായിട്ടും പശുക്കളായിട്ടും ഇങ്ങനെ എത്ര 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 ജന്മങ്ങൾ നമ്മൾ എടുത്തു. എന്നിട്ടോ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു. എങ്ങനെ നടക്കണം എല്ലാവരും? നാണം കെട്ടു നടക്കുന്നിതോ ചിലർ. അല്ലേ? മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതികെട്ടു നടക്കുന്നിതോ ചിലർ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിയില്ല, ഇന്നീ കണ്ടതടിക്കു വിനാശവും ഇന്ന നേരമെന്നതും അറിഞ്ഞില്ല. എന്നിട്ട് നമുക്ക് വല്ല കുറവുണ്ടോ അഹങ്കാരത്തിന്? ഒരു കുറവുമില്ല എന്ന് പറയാം. ഇങ്ങനെ എത്രയെത്ര തലോടുകളും അസ്ഥി കഷ്ണങ്ങളും കണ്ടിട്ടും യാതൊരു വ്യത്യാസവും വരാതെ ഇങ്ങനെ അഹങ്കരിച്ചും അഭിമാനിച്ചും കഴിയുന്ന നമ്മെ പ്രതിനിധീകരിച്ചു കൊണ്ട് പറഞ്ഞു എന്ന് പറയാണ്. അപ്പൊ പ്രാണനും മനസ്സും നിശ്ചലമായിക്കൊണ്ട് എപ്പോഴും തടസ്സമില്ലാതെ അമൃതസ്വരൂപിണിയായിരിക്കുന്ന ശാന്തിയെ അനുഭവിക്കാൻ തക്കവണ്ണം നമുക്ക് ഉയരാൻ സാധിക്കുമെന്ന് ശരഭംഗനിൽ നിന്ന് പറഞ്ഞു മനസ്സിലാക്കി. തന്റെ ശ്വാസത്തെ താൻ ആഗ്രഹിച്ച സമയം വരെയും നിലനിർത്തിക്കൊണ്ട് പോകാൻ ശരഭംഗന് കഴിഞ്ഞപ്പോൾ ആ ഒരു ആത്മശാന്തിയെ, മനസ്സിനെ, പ്രാണനെ, ഇന്ദ്രിയങ്ങളെ ഒക്കെ വേണമെങ്കിൽ നിശ്ചലമാക്കി നിർത്തിക്കൊണ്ട് ഈശ്വരനെ അറിയാൻ സാധിക്കും എന്നാണ് പറയുക. ഇപ്പൊ സംസാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സംസാര വ്യവഹാരം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഈ ആത്മവിദ്യയും മറ്റും എല്ലാം എന്ന് പറയാം. ഇതിനെല്ലാം നിവൃത്തിയായിട്ടാണ് സത്സംഗത്തെ പറഞ്ഞത്. അത്രയും അഗസ്ത്യന്റെ സത്സംഗം ഉണ്ടായപ്പോൾ ഇതിനെല്ലാം നിവൃത്തി ഉണ്ടായി എന്ന് പറയും. അഗസ്ത്യ മഹർഷി അമ്പും വില്ലും അതുപോലെ വാളും ഒക്കെ കൊടുത്തു ശ്രീരാമചന്ദ്രന്. ഈ അമ്പും വില്ലും വാളും ഒക്കെ കൊടുത്തതോ അതും പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ജീവന്റെ ഉയർച്ചയാണ് കാണിച്ചത് ഒരു ഗുരുവിനെ കണ്ടപ്പോഴെന്ന് പറയും. കൊടുത്തതായിരിക്കുന്ന വില്ല് പ്രണവമാകുന്ന വില്ലും ജീവനാകുന്ന ശരവും, അല്ലെങ്കിൽ ആ ജീവനാകുന്ന ആ ഒരു ആവനാഴിയും, ജ്ഞാനമാകുന്ന വാളും കൊടുത്തു ഗുരു തന്റെ ശിഷ്യന്. ഈ പ്രണവമാകുന്ന വെല്ലുകൊണ്ട്, ജ്ഞാനമാകുന്ന വാളുകൊണ്ടൊക്കെ ജീവൻ ഉയർന്ന് ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടതായിരിക്കുന്ന ഉപദേശങ്ങളും കൊടുത്തു. എന്നിട്ട് എവിടേക്കാണ് പറഞ്ഞു വിട്ടത്? പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. പഞ്ചവടി എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ദ്രിയങ്ങളെ ഒക്കെയും നിയന്ത്രിക്കാൻ കഴിയുന്ന മനസ്സിനെയാണ് പഞ്ചവടി എന്ന് പറയും. പുരാണങ്ങളിലുള്ള ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ സ്ഥലത്തിന്റെ പേരുകൾക്ക് പോലും വളരെയധികം അർത്ഥമുണ്ട് എന്ന് പറയും. എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കി ഏകാഗ്രമായിട്ട് ഇരിക്കുന്ന ഒരു ചിത്തം, ഒരു മനസ്സുണ്ടെങ്കിൽ ആ ഒരു മനസ്സിനാണ് പഞ്ചവടി എന്ന് പറയും. ആ പഞ്ചവടി ആകുന്ന മനസ്സിലാണ് ആത്മാവിനെ അന്വേഷിക്കുന്ന ഒരാൾക്ക് ജീവിക്കാൻ എളുപ്പം. അവിടെയാണ് സ്വസ്ഥത ഉണ്ടാവുള്ളൂ. മറ്റ് ഒന്നും അവിടെ ശല്യം ചെയ്യാതിരിക്കും. അവിടേക്കാണ് ഗുരു പറഞ്ഞു വിട്ടത് ശിഷ്യനെ വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകി തത്വബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ ചോദിച്ചു ഭഗവാന്റെ അടുത്ത് ചെന്ന ഉടനെ തന്നെ, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം, ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. അപ്പൊ മനസ്സിന് ആനന്ദം കിട്ടുന്നതിന് വേണ്ടി ജ്ഞാനവൈരാഗ്യങ്ങളെ ഒക്കെയും അങ്ങ് പറഞ്ഞു തരണം എന്നുള്ളതാണ് ലക്ഷ്മണൻ ചോദിച്ചത്.
ഒരുപാട് ചോദ്യങ്ങളും ചോദിച്ചു ലക്ഷ്മണൻ. എന്തൊക്കെയാണ് അറിയേണ്ടത്? എന്താണ് ഈ ജീവന് പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം? എന്താണ്? അതെങ്ങനെയാണ് സംഭവിച്ചത്? ജ്ഞാനവും വിജ്ഞാനവും എന്ന് പറഞ്ഞാൽ എന്താണ്? മായ എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടികർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു ലക്ഷ്മണന് ശ്രീരാമചന്ദ്രനോട് ചോദിക്കുന്നതിന് വേണ്ടി. അപ്പൊ തന്റെ മുൻപില് ജിജ്ഞാസുവായി വന്നിരുന്ന അനുജനോട് ശ്രീരാമചന്ദ്രൻ ഇപ്പൊ ആദ്യമായിട്ട് മായയുടെ സ്വരൂപത്തെ പറയാമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആ മായയുടെ സ്വരൂപത്തെയാണ് പറഞ്ഞു കൊടുത്തത് ലക്ഷ്മണന് ആദ്യം തന്നെ എന്ന് പറയും. പരമാർത്ഥത്തില് ചിന്തിച്ചാല് താൻ അല്ലാത്തതായിരിക്കുന്ന ശരീരവും അതുമായി ബന്ധപ്പെട്ട മറ്റ് ഉപാധികളിലും ഭ്രമിച്ചിട്ട് ഇത് ഞാൻ തന്നെയാണ് എന്ന് ഉള്ളതായിരിക്കുന്ന ഒരു തോന്നല് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മായ എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മളൊക്കെയും പെട്ടുപോണത്. ഈ കാണുന്നതൊക്കെ, മുന്നിലുള്ളതൊക്കെ, പ്രപഞ്ചമൊക്കെ, ഈ ഞാൻ, ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് തോന്നുന്നതാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ ഈ മായയിൽ നിന്ന് പുറത്തു കടക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം. അതിന് തത്വബോധത്തിലേക്ക്, ആത്മജ്ഞാനത്തിലേക്ക് ഉയരുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത് എന്ന് പറയും. ഇതൊക്കെയും ഉപനിഷത്തുകളിലോ വേദങ്ങളിലോ ഒക്കെ പറയുന്ന തത്വങ്ങളായതുകൊണ്ട് ഇതൊന്നും സാധാരണക്കാർക്ക് ഗ്രഹിക്കാനൊന്നും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാൻ പറയാം, ശാസ്ത്രീയമായിരിക്കുന്ന നിയമമൊക്കെ ഇങ്ങനെയാണെങ്കിൽ പോലും യഥാർത്ഥത്തില് നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തിയോടുകൂടി ഭഗവാനെ സർവാത്മന ശരണം പ്രാപിക്കാതിരിക്കും കാലത്തോളം ഈ പറയപ്പെട്ടതായിരിക്കുന്ന ഒന്നും തന്നെ ഗ്രഹിക്കാൻ കഴിയുകയില്ല. അപ്പൊ നമുക്കിതൊക്കെ ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ എന്തു വേണം? ഞാനെന്നുള്ള ഭാവം വെടിഞ്ഞ് നിഷ്കളങ്കമായിരിക്കുന്ന മനസ്സോടുകൂടി ചിത്തശുദ്ധിയോടുകൂടി ഭഗവാനെ ശരണം പ്രാപിച്ചാൽ എല്ലാം ഗ്രഹിക്കാൻ കഴിയും. ഭഗവാൻ തന്നെ പറയുകയാണ്, സാധാരണയുള്ള ഒരു അഹങ്കാരം കൊണ്ട് ഞാനായിട്ട് ഇരുന്നു കൊണ്ട് നാം പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം, കാട്ടാള സ്ത്രീ പോലും ഭഗവാന്റെ ദർശനം വാങ്ങിച്ചു. ഞാനോ ഒന്നും നേടിയ ആളൊന്നും ആയിരുന്നില്ല. അവര് ഭക്ഷണം കഴിച്ച് നോക്കി, രുചി നോക്കി കൊടുത്തതായിരിക്കുന്ന ഉച്ഛിഷ്ടത്തെ പോലും ഭഗവാൻ വാങ്ങിക്കഴിച്ചുവെങ്കിൽ ഭക്തി എന്നുള്ളതിനപ്പുറം ഭഗവാനെ പ്രാപിക്കാൻ മറ്റൊരു വഴിയുമില്ല. ഒരു വേദപഠനമോ മറ്റുള്ള ഉപനിഷത്ത് പഠനമോ ശാസ്ത്ര പഠനമോ മറ്റു രീതിയിലുള്ള ഒന്നും തന്നെ ഈശ്വരനിലേക്ക് എത്തിക്കില്ല, നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തി ഒന്നല്ലാതെ. അത് ഭഗവാൻ ലക്ഷ്മണനോട് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്തു വേണം? ആദ്യമായിട്ട് ചെയ്യേണ്ടത് മനസ്സിൽ നിന്ന് മറ്റുള്ളതായിരിക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങളും ചിന്തകളും അങ്ങനെയുള്ളതെല്ലാം മാറ്റിയിട്ട് നിഷ്കളങ്കമായിരിക്കുന്ന ഒരു മനസ്സിനെ സമ്പാദിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആ ഒരു മനസ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ജപം കൊണ്ടും കീർത്തനം കൊണ്ടും പൂജ കൊണ്ടും വ്രതാനുഷ്ഠാനം കൊണ്ടും സത്സംഗം കൊണ്ടൊക്കെ കുറെ കാലങ്ങൾ ചെല്ലുമ്പോൾ കാലം കൊണ്ട് ഒരാൾക്ക് ഭക്തി ഉണ്ടാവും എന്നാണ് പറയുന്നത്. കാലം കൊണ്ട് ഭക്തിയേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും തന്നെ വേണ്ടതില്ല. ഈ ഭക്തിക്ക് മാത്രമേ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഭക്തി കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് എന്ന് പറയും. അപ്പൊ ഇത് ലഭിക്കണമെങ്കിലോ സജ്ജനങ്ങളുമായിരിക്കുന്ന സംസർഗമാണ് വേണ്ടത്. എത്രയോ സ്ഥലങ്ങളില് സജ്ജന സംസർഗത്തെ പറ്റി ആവർത്തിച്ച് പറയുന്നു. ഇപ്പൊ ഈശ്വരനെ അറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭക്തിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കുന്ന അവസരം, ആ ഒരു ഇതില് നമ്മുടെ ബോധത്തെ, പുറമേയുള്ള ബോധത്തെ, ആത്മബോധത്തെയാണ് ഉണർത്തേണ്ടത്. ഈ ആത്മബോധത്തെ ഉണർത്താൻ വേണ്ടതായിരിക്കുന്ന കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. ഭഗവത്ഗീതയിലേക്കൊക്കെ പോകുമ്പോഴും വായിച്ചിട്ടുണ്ട്, നമുക്കൊക്കെയും അറിയാം. ഭഗവത്ഗീതയില് പല സ്ഥലങ്ങളില് ഭഗവാൻ ആവർത്തിച്ച് അർജുനനോട് പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ മനസ്സ് പൂർണ്ണമായിട്ടും എന്റേതായിട്ട് തീരട്ടെ. അതുപോലെയോ നീ എൻ്റെ ഭക്തനായിട്ടിരിക്കുക. നിന്റെ പ്രവർത്തികളെല്ലാം എന്നിൽ സമർപ്പിതമായി കൊണ്ട് തീരട്ടെ. നിന്റെ പ്രവൃത്തികളെല്ലാം, കർമ്മങ്ങളെല്ലാം എനിക്കുള്ള യജ്ഞമായിട്ട് തീരട്ടെ.
നിന്റെ നമസ്കാരം എനിക്കുള്ളതായിട്ട് തീരട്ടെ. ഒരു തവണയൊന്നും അല്ല, പല തവണയും ഭഗവത്ഗീതയിൽ കാണാം. ഇത് തന്നെയാണ് ചുരുക്കം എന്ന് പറയും. നമ്മുടെ പ്രവൃത്തികളെല്ലാം ഭഗവാന് വേണ്ടിയാവട്ടെ, നമ്മുടെ മനസ്സ് ഭഗവാന്റേതായി തീരട്ടെ, നമ്മുടെ ചിന്തകളൊക്കെയും ഭഗവാനോടുള്ളതാവട്ടെ, നമ്മുടെ സങ്കല്പങ്ങൾ മുഴുവനും ഭഗവാനെ കുറിച്ചുള്ളതാവട്ടെ. നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പിതമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. അങ്ങനെ പൂർണ്ണമായിരിക്കുന്ന ഒരു ആത്മസമർപ്പണം. നമ്മുടെ പുറമെ എന്ത് ചെയ്തു എന്നുള്ളതല്ല കാര്യം, നമ്മുടെ മനസ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. ഭഗവാനിൽ മാത്രം സമർപ്പിച്ച മനസ്സോടുകൂടി സർവകർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാം ഭഗവാന്റേതാക്കി മാറ്റി, ഞാനില്ല ഭഗവാനേ ഉള്ളൂ, ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാനാണുള്ളതെങ്കിൽ പിന്നെ എന്റേതെന്ന് പറയാൻ എനിക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. ഞാൻ ഭഗവാന്റെ ദാസനാണ്, എനിക്ക് യാതൊരു അവകാശ ബോധങ്ങളും പറയാനില്ല എന്ന് ബോധ്യപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഭക്തി എന്നുള്ളതിന് വഴികാട്ടിയാവട്ടെ. ആ ഭക്തി നമ്മൾ എല്ലാവരിലും ഉണ്ടാവട്ടെ, എല്ലാവരിലും ഉണ്ടാവട്ടെ. ലോകത്ത് സമാധാനവും സന്തോഷവും ഒക്കെയും നിലനിന്ന് സ്വസ്ഥമായിരിക്കുന്ന ഒരു ജീവിതം എല്ലാവരും ജീവിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്കും ആ ഒരു സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ. അതിന് രാമമന്ത്രം അല്ലെങ്കിൽ ശിവമന്ത്രം അതല്ലെങ്കിൽ ദേവിയുടെ മന്ത്രം ഏതാണോ നമുക്കിഷ്ടം അതിനെ നിരന്തരമായിട്ട് മുറുകെ പിടിക്കുക. ആ പാദങ്ങളിൽ മുറുകെ പിടിച്ചാൽ നിശ്ചയമായിട്ടും ഭഗവാൻ നമ്മെ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യും. അപ്പൊ അതിനുള്ള യോഗ്യത സമ്പാദിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ധർമ്മം. അതിന് ഭഗവാന്റെ കാരുണ്യം വേണം. ആ ഒരു കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ഒരു പ്രാർത്ഥനയിൽ കൊണ്ട് നമുക്കൊക്കെയും ഒരു സമാധാനം, മറ്റെന്തൊക്കെ ലോകത്തിൽ സമ്പാദിച്ചിട്ടും കാര്യമൊന്നുമില്ല, മറ്റെന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഒരു കാര്യമില്ല, എത്രമാത്രം ഏക്കർ കണക്കിന് സ്വത്തുണ്ടായിട്ടും കാര്യമില്ല, എത്ര വലിയ വീടുണ്ടായിട്ടും കാര്യമില്ല, എത്ര ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല, സമാധാനം എന്നുള്ളതില്ലെങ്കിൽ. അപ്പൊ ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന സമാധാനമാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണം. ആ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സ് നന്നായിരിക്കണം. ആ മനസ്സ് നന്നായി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾ നല്ലതാവണം. ആ ചിന്തകൾ നല്ലതാവാൻ ഭക്തി വളരാൻ സത്സംഗം എന്നുള്ളത് വേണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നുള്ള ഭാഗങ്ങളൊക്കെ ഇവിടെ സമർപ്പിക്കുകയാണ്. നാളെ അടുത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ ഭഗവാൻ നമ്മെ സഹായിക്കട്ടെ. മഹാമായയായിരിക്കുന്ന ദേവി പരമേശ്വരി ശക്തി സ്വരൂപിണി അനുഗ്രഹിച്ചാൽ അല്ലാതെ ഒന്നും കഴിയില്ല. അതുകൊണ്ട് അമ്മ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ.